ഹായ് ഗായ്സ്, മഴ തോരും മുമ്പേ ചെറിയ പ്രമോയിലേക്ക് സ്വാഗതം. അങ്ങനെ രോഹിത് മദ്യപിച്ചും പേടിച്ചും ഒരുവിധം റൂമിൽ കയറിയിരിക്കുമ്പോഴും അവിടെ നടന്ന സംഭവങ്ങൾ ഓരോന്നായി അവൻ്റെ കൺമുന്നിൽ തെളിയുന്നു. കണ്ണാടിയിൽ നോക്കുമ്പോൾ രോഹിത്തിൻ്റെ മുഖമല്ല അവന് കാണുന്നത്, മറിച്ച് ശരണ്യ ശ്വാസം വലിക്കുന്നതും ഹരിയും മറ്റുള്ളവരും പലരുടെയും പരാക്രമങ്ങളും ഒക്കെയാണ്. കാര്യമായ എന്തോ സംഭവമുണ്ടല്ലോ എന്ന് അലീന പറയുന്നുമുണ്ട്. പിന്നീട് ബാലചന്ദ്രൻ രോഹിത്തിൻ്റെ മുറിയിൽ വന്ന് നീ എന്താ കോളേജിൽ പോയില്ലേ എന്ന ചോദ്യത്തിന് എന്തോ നുണ പറയുന്നുണ്ട് രോഹിത്. രാവിലെയാണെങ്കിലും ഹോസ്പിറ്റലിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലും പോയില്ലല്ലോ. ബാലചന്ദ്രൻ ചെറിയ ഒരു സംശയം തോന്നുന്നുണ്ട്. വീണ്ടും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, പക്ഷെ നീ കോളേജിലോട്ട് ചെന്നിട്ടില്ലല്ലോ. നാളെ ഞാൻ നിന്റെ കോളേജിലേക്ക് വരുന്നുണ്ട്. സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത് എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴും അവൻ ആ സംഭവത്തിൽ നിന്ന് മോചിതനായിട്ടുണ്ടായിരുന്നില്ല. ബെഡിലിരുന്ന് ആകെ വിയർത്ത് തലയൊക്കെ പെരുക്കുന്നത് പോലെ, കൈകാലുകൾ വിറയ്ക്കുന്നത് പോലെ, അവൻ്റെ സമനില തെറ്റിയതുപോലെ തോന്നുന്നു. ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂ ആയി കാണിച്ചത്. ഇനിയുള്ള എപ്പിസോഡുകൾ അടിപൊളിയായിരിക്കും. പ്രൊമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രൊമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.